നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഹിന്ദുവിന് ഒരു ശക്തിയുണ്ട്, ധർമ്മത്തിനൊരു ശക്തിയുണ്ട്. ആ ശക്തിയെ ഇന്ത്യ മുന്നണി ഇല്ലാതാക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. हिंदू धर्म में शक्ति शब्द होता है. हम शक्ति से लड़ रहे हैं, एक शक्ति से लड़ रहे हैं. ഈ പ്രസ്താവന കൊണ്ട് രാഹുൽ ഗാന്ധി എന്താണ് ഉദ്ദേശിച്ചത്? ദൈവത്തെ അമ്മയായി കണ്ട് പൂജിക്കുന്നവരാണ് ഹൈന്ദവർ. ആ സമ്പ്രദായം ഇല്ലാതാക്കുമെന്നാണോ രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത്? ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിട്ടും ഇതേക്കുറിച്ച് ആരും എന്താണ് ഒരു ചർച്ചയും നടത്താതിരുന്നത്? എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ ശക്തിയെ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ആരോപിച്ച് പ്രധാനമന്ത്രി പ്രതികരിച്ചിരുന്നു. ദൈവമെന്ന ശക്തിയെ ആരാധിക്കുന്നവരും ശക്തിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരും തമ്മിലുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നതെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. തെലങ്കാനയിലെ ജഗ്തിയാലിൽ സംഘടിപ്പിച്ച റാലിക്കിടയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. തനിക്ക് ഓരോ അമ്മയും ഓരോ മകളും ശക്തിയുടെ രൂപമാണെന്നും അവരെ ആരാധിക്കുന്നുവെന്നുമായിരുന്നു മോദിയുടെ വാക്കുകൾ. ഞായറാഴ്ച മുംബൈയിൽ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു ഇന്ത്യ സഖ്യ റാലി ഉണ്ടായിരുന്നു. റാലിയിൽ അവർ തങ്ങളുടെ പ്രകടന പത്രിക പ്രഖ്യാപിച്ചു. മുംബൈയിലെ ശിവാജി പാർക്കിൽ തങ്ങളുടെ പോരാട്ടം ശക്തിക്കെതിരെയായിട്ടാണെന്നാണ് അവർ അതിൽ പറഞ്ഞിരുന്നത്. എനിക്ക് ഓരോ അമ്മയും എല്ലാ മകളും ശക്തിയുടെ രൂപമാണ്. അമ്മമാരെ, സഹോദരിമാരെ, ഞാൻ നിങ്ങളെ ശക്തിയായി ആരാധിക്കുന്നു. ഞാൻ ഭാരതമായുടെ പൂജാരിയാണ്, പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ സഖ്യത്തിന്റെ പ്രകടന പത്രികയിൽ ശക്തിയെ അവസാനിപ്പിക്കണമെന്നും നശിപ്പിക്കണമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ വെല്ലുവിളി താൻ സ്വീകരിക്കുകയാണെന്നും അമ്മമാരുടെയും സഹോദരിമാരുടെയും സുരക്ഷയ്ക്കായി എന്റെ ജീവൻ ഞാൻ ബലിയർപ്പിക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ നേതാക്കൾ എന്ത് പറഞ്ഞാലും മാധ്യമങ്ങൾ വാർത്തയാക്കുന്ന സമയമാണിത്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെതിരെയോ അവരുടെ നയങ്ങൾക്കെതിരെയോ ഒക്കെ. പക്ഷെ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു അപകടകരമായ പ്രസ്താവന നടത്തിയിട്ടും നമ്മളെല്ലാവരും മൗനം പാലിക്കുന്നത്?